ഇപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നമ്മളിപ്പോ കുറച്ചൊരു റഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ദാറ്റ് ഡിഫൈൻ ദ സ്ട്രക്ചർ ഓർ എ പ്രോപ്പർട്ടീസ് ഓഫ് എ പർട്ടിക്കുലർ ഫാമിലി ഓർ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫാമിലിനെ കുറിച്ചോ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ചോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള ഒരു വഴിയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൽക്കെയിൻ ഡു നോട്ട് കണ്ടെയ്ൻ എനി ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൽക്കെയിൻസുകളിൽ വലിയ ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളൊന്നുമില്ല. ഫങ്ഷൻ ഗ്രൂപ്പ്സ് ഓഫ് ആൽക്കീൻ ഈസ് കൺസിഡർ ആസ് ഡബിൾ ബോണ്ട്സ്. ആ ഡബിൾ ബോണ്ടിലുള്ള ഫങ്ഷൻ ഗ്രൂപ്പിനെയാണ് നമ്മൾ ലൈക്ക് ആൽക്കീൻസിന്റെ അകത്തുള്ള ഫങ്ഷൻ ഗ്രൂപ്പാണ് ഡബിൾ ബോണ്ട്. ആൻഡ് അതുപോലെ ആൽക്കീൻസിന്റെ ട്രിപ്പിൾ ബോണ്ട്. ഫോർ അതർ എക്സാമ്പിൾ റെഫേഴ്സ് ടേബിൾ 12.3 12.3 നമ്മളിപ്പോ പഠിച്ച് അതാണ് വേറെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. Then characteristics of functional group വളരെ ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചിരിക്കണം. The chemical properties of a compounds contain the same function group are similar and therefore the compounds of the same function group are identified using the same type of test. ഒന്നുകൂടെ വായിക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഇപ്പൊ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഞാൻ പറയാം ആൽക്കഹോൾ OH, അതാണ് നമ്മുടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് സെയിം. ഇതിപ്പം CH4ന്റെ അകത്ത് ആരുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ CH3 ആണല്ലോ. CH3 അകത്ത് OH ഗ്രൂപ്പ് ഉണ്ട്. ദെൻ C2H5ന്റെ അകത്ത് ആരുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. Therefore, the compound of same function group are identified using the same type of. അപ്പം ഇവരുടെ ഈ മീഥൈൻ്റെ അകത്തും OH ഗ്രൂപ്പ് ഉണ്ട്, ഈഥൈൻ്റെ അകത്തും OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവരെ രണ്ടു പേർക്കും ഏകദേശം സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സെയിം ഫങ്ഷൻ ഗ്രൂപ്പ് വന്നതുകൊണ്ട്. അപ്പൊ അവരെ നമ്മളിപ്പോ ഒരു തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ആൽക്കഹോൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഓരോ ടെസ്റ്റുകൾ നടത്തും. ആ ടെസ്റ്റ് നമുക്കിപ്പോ ഈ രണ്ട് കേസ് നടത്തിയാലും ഒരേപോലെ റിസൾട്ട് കാണിക്കുള്ളൂ. കാരണം എന്താ? OH ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് ഡിഫറെന്റ് ഫങ്ഷൻ ഗ്രൂപ്പ്സ് ആർ ഡിഫറെന്റ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ്, അതിപ്പോ നമുക്കിപ്പം കുറെ ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ആൽക്കഹോള്, ആൽഡിഹൈഡ്, CHO, കീറ്റോൺ ഗ്രൂപ്പുകള്, പിന്നെ ഈതർ ഗ്രൂപ്പ്, ഇതെല്ലാം ഫങ്ഷൻ ഗ്രൂപ്പാണ്. ഈ ഫങ്ഷൻ ഗ്രൂപ്പുകൾക്കൊക്കെ ഡിഫറെന്റ് ഫിസിക്കലി ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അവർക്ക് ഉള്ളത്. Then there exists a homologous series of compounds containing a particular type of functional group. For example, homologous series of alcohol. അതായത് ഇപ്പൊ ഈ ഫങ്ഷൻ ഗ്രൂപ്പുകൾക്കൊക്കെ എന്ത് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഹോമലോഗസ് സീരീസ് ഇമ്പോർട്ടന്റ് ആണ്. ഹോമലോഗസ് സീരീസ് എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഓർത്തിരിക്കുക. അപ്പം ഓരോ ഫങ്ഷൻ ഗ്രൂപ്പിനും ഹോമലോഗസ് സീരീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോൾ OHന്റെ ഹോമലോഗസ് സീരീസ് ഞാൻ പറയാം. നമ്മുടെ ആൽക്കിൻ സിംഗിൾ ബോണ്ടിൽ വരികയാണെങ്കിൽ CH3, ഫസ്റ്റ് ആൾ CH3 ആണല്ലോ, അതിന്റെ കൂടെ OH വരുന്നു. ദെൻ C2H5OH വരുന്നു. ദെൻ അടുത്ത എത്രയാ? C3H എത്രയായിരിക്കും? 7, അതിന്റെ OH ഗ്രൂപ്പ് വരുന്നു. അടുത്തത് C4H9 OH ഗ്രൂപ്പ് വരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ ഇപ്പം ഇത് ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആണെങ്കിലോ CH3CHO, C2H5 CHO, C3H7 CHO. ഇങ്ങനെ അത് എന്താണ്? ഫങ്ഷൻ ഗ്രൂപ്പുകളുടെ ഹോമലോഗസ്. ഇത് ഹോമലോഗസ് സീരീസ് എന്നാൽ നമ്മൾ പഠിക്കും. അതായത് ഇപ്പോൾ ഓർത്തിരിക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കൊക്കെ എന്താണ്? ഹോമലോഗസ് സീരീസുകളുണ്ട്. ആ 3 ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ട് കോമ്പൗണ്ടിലും സെയിം ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും അതിൻ്റെതായ ഫിസിക്കലി ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസുകൾ ഉണ്ടാകും. തേർഡ് വൺ, അവർക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് ഹോമലോഗസ് സീരീസുകൾ ഉണ്ടാകും. ഇത്രയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫങ്ഷൻ ഗ്രൂപ്പിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് സ്ട്രക്ചർ. എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോകാർബൺസ് ആർ യൂഷ്വലി റെപ്രസെന്റഡ് ബൈ ദെയർ സ്ട്രക്ചറൽ ഫോർമുല. ഹൈഡ്രോകാർബൺസുകളൊക്കെ നമ്മൾ സ്ട്രക്ചർ ഫോർമുലയും കണ്ടൻസ്ഡ് ഫോർമുലയും പഠിച്ചതാണ്. അപ്പൊ സ്ട്രക്ചറൽ ഫോർമുല വെച്ച് ഹൈഡ്രോകാർബൺസുകൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദ ഫോർമുല ദാറ്റ് ഷോസ് how atoms of different elements are linked together in the molecule is known as structural formula. നേരത്തെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സ്ട്രക്ചർ ഫോർമുലയും കണ്ടൻസ്ഡ് ഫോർമുല എന്താണെന്നൊക്കെ പഠിച്ചതാണ്. അടുത്തത് ഐസോമർസം. കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല
ഐസോമേഴ്സും ഒക്കെ വൺ വേർഡിൽ ചോദിക്കും. എന്താണ് ഐസോമേഴ്സ്? അതായത് സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല, ഇങ്ങനെ നടക്കുന്നതിന് നമ്മൾ ഐസോമർ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം, മെറിസോ എന്ന് പറഞ്ഞാൽ പാർട്സ്. സെയിം ഡിഫറെന്റ് പാർട്സുകൾ ഉണ്ട്, അതാണ് ആ പറയുന്നത്. ദെൻ പിന്നെന്താ, ഐസോമേഴ്സ് ഡിഫർ ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓർ ബോത്ത്. അതായത് ഒന്നിലെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഫിസിക്കലും കെമിക്കലിയും അവര് ഡിഫറെന്റ് ആയിരിക്കും. എന്താണ് ഇനി എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. We can illustrate isomerism by referring the two different compounds, butane and isobutane, both of which have the same molecular formula. അതായത് എക്സാമ്പിൾ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ബ്യൂട്ടേനും ഐസോബ്യൂട്ടേനും. ബ്യൂട്ടേന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാലും ഐസോബ്യൂട്ടേൻ എന്ന് പറഞ്ഞാലും ഐസോബ്യൂട്ടേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഫോർമുല എന്ന് പറയുന്നത് C4H10 ആണ്. സോ ഇവരുടെ എന്താ ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഫോർമുല. അതായത് ഫോർമുല സെയിം ആണെങ്കിൽ ഇവരെ നമുക്ക് പല രീതിയിൽ വരയ്ക്കാൻ സാധിക്കും. അങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കും. ആ വരയ്ക്കാൻ സാധിക്കുന്ന ഫിനോമിനയെ ഐസോമെറിസം എന്ന് പറയും. നമുക്ക് ബ്യൂട്ടേൻ വെച്ച് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ നമുക്ക് നോർമലി അറിയാവുന്ന ബ്യൂട്ടേൻ, നമ്മൾ 4 കാർബണെ നിരത്തി എഴുതുന്നു, ദെൻ കറസ്പോണ്ടിങ് ഹൈഡ്രജനെ പ്ലേസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബ്യൂട്ടേൻ എന്ന് പറയുന്നത്. ഇനി ഐസോബ്യൂട്ടേനെ നമുക്ക് 3 എണ്ണത്തിനെ നിരത്തി എഴുതും, ദെൻ അതില് ഒരു കാർബൺ ഇങ്ങനെ നിരത്തി എഴുതും. എന്നിട്ട് നമ്മൾ ഇനി ഹൈഡ്രജൻ, എത്ര ഹൈഡ്രജൻ ആയിരുന്നു വേണ്ടത്? നമ്മൾ എണ്ണിയായിരുന്നു 1, 4, 8, 9, 10 ഹൈഡ്രജൻ വേണം. 10 ഹൈഡ്രജനെ നമുക്ക് കൃത്യമായി ഇവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, ഇനി 8, 9, 10 പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഐസോബ്യൂട്ടേൻ. സ്ട്രക്ചർ പഠിച്ചിരിക്കണം. ചിലപ്പോൾ ചോദിക്കും ഐസോബ്യൂട്ടേൻ വരയ്ക്കാനായിട്ട് ചോദിക്കും. അപ്പം രണ്ടു പേർക്കും സ്ട്രക്ചറൽ ഫോർമുല സെയിം അല്ല, ലൈക്ക് മോളിക്കുലർ ഫോർമുല സെയിം ആണെങ്കിലും സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നോക്കിയേ, രണ്ട് ഡയഗ്രത്തിന് താഴെയും ലിക്വിഫൈസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് അവർക്ക് 0 ഡിഗ്രി സെൽഷ്യസ് മതി. അവർ ബ്യൂട്ടേൻ ഓൾറെഡി ലിക്വിഡ് ഫോമിലാണുള്ളത്. പക്ഷെ അവർ ഐസോബ്യൂട്ടേൻ ആയിട്ട് മാറുമ്പോൾ അവർ -12 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ അത് ലിക്വിഫൈ ആവത്തുള്ളൂ. മനസ്സിലായോ? രണ്ടു പേരിലും കാർബൺ എണ്ണമാണെങ്കിലും ഹൈഡ്രജൻ എണ്ണമാണെങ്കിലും സെയിം ആണ്. പക്ഷേ അവര് ഐസോമറിസം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആകുമ്പോൾ അവരുടെ പ്രോപ്പർട്ടിക്കും ഡിഫറൻസ് ഉണ്ടാകുന്നു. അതാണ് അവർ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് മാറും, അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ അപ്പിയറൻസ് മാറും, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടിലും മാറ്റങ്ങൾ ഉണ്ടാകും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ അടുത്ത പേജിൽ എഴുതിയേക്ക് നോക്കി. The following flowchart shows different type of isomerism. ഐസോമെറിസത്തിനെ നമുക്ക് രണ്ടായിട്ട് എന്താ പറയാ ഡിവൈഡ് ചെയ്യാം. ഐസോമെറിസം ഒന്ന് സ്ട്രക്ചറൽ ഐസോമെറിസം, രണ്ടാമത്തത് സ്റ്റീരിയോ ഐസോമെറിസം, അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ സ്ട്രക്ചറൽ ഐസോമെറിസത്തിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, then 3 and then 4. അതിൽ ഫസ്റ്റ് വൺ ആണ് ചെയിൻ ഐസോമെറിസം. സെക്കൻഡ് വൺ പൊസിഷൻ ഐസോമെറിസം.
തേർഡ് വൺ ആണ് ഫങ്ഷണൽ ഐസോമേഴ്സ്, ഫോർത്ത് വൺ ആണ് മെറ്റാമെറിസം എന്ന് പറഞ്ഞ 3 ഉണ്ട്. ഈ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കുന്നുണ്ടോ? 3 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുന്നുണ്ട്. അപ്പം അത് ഓർത്തിരിക്കണം. ഐസോമർസം എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, സ്ട്രക്ചറൽ ഐസോമർസം ആൻഡ് സ്റ്റീരിയോ ഐസോമർസം. ദെൻ ആ സ്ട്രക്ചറൽ ഐസോമർസിനെ നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ, മെറ്റാമർസം. ഓക്കെ. Then first one, there are 2 main causes of isomerism. First one, difference in the mode of linking of atom. അതായത് ആറ്റത്തിന്റെ ലിങ്കിങ്ങില് 2 രീതിയിൽ നമുക്ക് ഐസോമറിസം ഉണ്ടാകാനുള്ള കാരണം കോസ് ആ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിഫറൻസ് ഇൻ ദ മോഡ് ഓഫ് തിങ്കിങ് ഓഫ് ആറ്റം. തിങ്കിങ് അല്ല, ഡിഫറൻസ് in the mode of linking of atoms. Atoms link ചെയ്യുന്നതാണ്. എക്സാമ്പിൾ എന്താ പറയുന്നത്? എക്സാമ്പിൾ C4H10O shows different type of linkage and thus it stands for the 3 different type of ethers. അതായത് ഇതിനെ നമുക്ക് താഴെ തന്നെ, അതായത് ഈ ഒരു ഫോർമുലയെ നമുക്ക് പല വ്യത്യസ്ത രീതിയിൽ നമുക്ക് ലിങ്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എങ്ങനെയാണ്? C2H5 then remaining O then remaining എത്ര? C4 അല്ല, അപ്പൊ 2 കാർബൺ മിച്ചമുണ്ട്, 2 കാർബൺ H5 ഇങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാം. രണ്ടാമത്തത് CH3O C3H7 എന്ന് പറഞ്ഞ് ലിങ്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ രീതിയോ സെയിം ആൾക്കാരെ പല രീതിയിൽ എഴുതുന്നതാണ്. മൂന്നാമത്തെ ആളെ നമുക്ക് CH3 സെയിം തന്നെ, CH3O CH3 ഇവിടെ ഉണ്ടല്ലോ, CH3H7 അല്ല, ആ CH3നെ പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് CHനെ വെളിയിലെടുത്തിട്ട് ബാക്കിയുള്ള CH3 ട്വൈസ് ആക്കി. അപ്പൊ എന്നെ നോക്കി, കാർബൺ എണ്ണം 3 ആണ്, ഹൈഡ്രജൻ H അല്ലേ, അപ്പൊ ഇവിടെ 3 × 2 എന്ന് പറഞ്ഞാൽ 6 + 1 7. കണ്ടോ? കറക്റ്റായി. അപ്പൊ നമുക്ക് ഈ 3 വ്യത്യസ്ത രീതിയിൽ C4H10O എഴുതാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത് ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ ഫോം ചെയ്യുന്ന ഈ ഒരു കഴിവാണ് ഐസോമർസത്തിന്റെ ഒരു കാരണക്കാരൻ. സെക്കൻഡ് വൺ, ഡിഫറൻസ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം ഓർ എ ഗ്രൂപ്പ് ഇൻ സ്പേസ്. അതായത് നമുക്ക് പല രീതിയിൽ ആറ്റംസുകളെ അറേഞ്ച് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഡിഫറൻസ് ഇൻ അറേഞ്ച്മെന്റ്. അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം. C∪C ഹൈഡ്രജൻ എക്സാമ്പിൾ ആണ്. ദെൻ Cl, ദെൻ H, ഇത് Cl. ഇതിന്റെ പേരാണ് 1,2-ഡൈക്ലോറോഈഥീൻ എന്ന് പറയുന്നത്. ഈഥീൻ ആയപ്പോൾ നമുക്കറിയാം ഡബിൾ ബോണ്ട് ആണ്. ഈഥീൻ ആയതുകൊണ്ട് 2 കാർബണിനെ നടുക്ക് എഴുതി. ദെൻ ഡൈക്ലോറോ എന്ന് പറഞ്ഞാൽ 2 ക്ലോറിൻ ഉണ്ട്. ഫസ്റ്റ് ക്ലോറിൻ താണ്ട് ഇവിടെ, സെക്കൻഡ് ക്ലോറിൻ താണ്ട് ഇവിടെ. പിന്നെ ബാക്കിയുള്ളത് ഏതാണ്? ഹൈഡ്രജൻ. അത് നമ്മൾ പ്ലേസ് ചെയ്തു. ഇതിനെ നമുക്ക് വേറെ രീതിയിലും എഴുതാം. വേറെ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ? കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ആൻഡ് ദെൻ ഇവിടെ ഒരു ക്ലോറിൻ, ഓപ്പോസിറ്റ് ഇവിടെ ഹൈഡ്രജൻ ആൻഡ് ഇവിടെ ഹൈഡ്രജൻ. ഇതിനെ 1,2-ഡൈക്ലോറോഈഥീൻ തന്നെയാണ് പറയാറ്. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതും ഒരു കാരണമാണ് ഐസോമേഴ്സ് ഉണ്ടാക്കാൻ. അതായത് ഒന്ന്, മോഡ് ഓഫ് ലിങ്കിങ് ഡിഫറെന്റ് ആവുന്നു. 2, മോഡ് ഓഫ് അറേഞ്ച്മെന്റിൽ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ പറയുന്നത്?